ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ എണീറ്റു, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം. അപ്പം ഗൈസ്, രാവിലെ പുട്ടും മുട്ടക്കറിയാണ് ആക്കുന്നത്. അപ്പം ഞാൻ തേങ്ങ പൊട്ടിച്ചു, തേങ്ങ കുറച്ച് ചിരണ്ടി. അപ്പോഴത്തേക്കും തേങ്ങ കുറവായിരുന്നു, അതുകൊണ്ട് ഒരു തേങ്ങ കൂടി പൊട്ടിച്ച് ചിരണ്ടി. ചേട്ടാ ഇതുവരെ എണീറ്റില്ല, അപ്പോൾ എണീക്കുമ്പോഴത്തേക്കും ഫുഡാക്കാം. അപ്പോൾ ഞാൻ തേങ്ങ നനക്കൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ്, തേങ്ങയെല്ലാം ചിരണ്ടിക്കഴിഞ്ഞ് പുട്ടുപൊടി എടുത്ത് ഉപ്പെല്ലാം ഇട്ട് നനച്ചു. അങ്ങനെ പുട്ടുപൊടി സെറ്റാക്കി വെച്ചു. അങ്ങനെ പുട്ടും കുറ്റിയിലേക്കെല്ലാം നിറച്ച് സെറ്റാക്കി അടുപ്പേ വെച്ചു. അങ്ങനെ ഗൈസ്, പുട്ടെല്ലാം സെറ്റാക്കി വെച്ചതിന് ശേഷം മുട്ടക്കറി വെക്കാൻ വേണ്ടി സവോള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി അരിഞ്ഞ് സെറ്റാക്കി. അപ്പോൾ ഗൈസ്, ഞാൻ ചായ നേരത്തെ വെച്ചായിരുന്നു, അതപ്പം വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ചായ എല്ലാം സെറ്റായി. അങ്ങനെ ഗൈസ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയായി. മുട്ടക്കറി, പുട്ട്, ചായ എല്ലാം റെഡിയായി. ഇനി നമുക്ക് ചേട്ടായി എണീറ്റോന്ന് അറിയത്തില്ല, ഞാൻ പോയി നോക്കിയില്ലായിരുന്നു. എണീറ്റ് കാണുമായിരിക്കും. എണീറ്റിട്ട് ഡെയിലി ഫോണും നോക്കിയിരിക്കലാണ് പരിപാടി. നോക്കാം നമുക്ക് എണീറ്റോന്ന്. ഹലോ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എണീറ്റു ഫോണും നോക്കി ഒരേ ഇരിപ്പാണ്. റീൽസ് കാണുവാണ്. ഡെയിലി ഇതാ പരിപാടി. രാവിലെ എണീറ്റ് വീഡിയോ കാണുന്നത്. ഇവിടെ കണ്ടോ ഒരാള് വേറെ ഒരു റീൽസും കണ്ടോണ്ടിരിക്കുക. രാവിലെ എണീറ്റ് ഭയങ്കര മടിയാ രാവിലെ എണീക്കാൻ. ട്രാൻസിഷൻ റെഡിയായോ? ഓക്കെ, നീ ബ്രേക്ക്ഫാസ്റ്റ് കായക. ഇന്ന് നമുക്ക് എന്നാടി ചിക്കൻ ബന്താലു എന്നൊക്കെയുള്ള പുട്ട്. നമുക്കിന്ന് പുട്ടുണ്ട്. എന്നാ കറിയത്? കണ്ടിട്ടെന്താ തോന്നുന്നു? എഗ് കറി. പഴമില്ല, പഴം തടി. അപ്പൊ എഗ് കറി, പഴങ്കറി അല്ല, നമ്മൾ കിട്ടുന്ന കറി കേട്ടോ. ഞാൻ ഇതുവരെ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല. താങ്ക് യു. നീ കഴിക്കുന്നില്ല? കഴിക്കും. ക്യാമറ മുട്ടി വന്നാക്ക്. രാത്രി നമ്മള് സത്ത് പോയി. കണ്ണൂര് കഴിഞ്ഞു പോണോ? തലശ്ശേരി എത്താനേ അല്ലേ? പിണറായി അവിടെ ഇന്നലെ ഒരാൾ വന്നു. പ്രഭാത് വാസിയോ? ശ്രീനാഥ് വാസിനെ കണ്ടു. അപ്പോൾ പിന്നെ അത്ര 10 കിലോമീറ്റർ ഇല്ല, 9 മിനിറ്റ് അല്ലേ അങ്ങോട്ടേക്ക് ദൂരം. അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി പോയി. 12 മണിയായി. അത് ഇതിലെ കൂടെയൊക്കെ വന്ന എല്ലാവരും. നല്ല ചായ വിത്തൗട്ടാണ് കുടിക്കുന്നത്. ഷുഗർ കട്ടാണ്. ഷുഗർ കട്ട് ആണെന്നാണ് പറയുന്നത്. തടി കുറയ്ക്കണം. ചായ മാത്രം മധുരമില്ലാതെ കഴിക്കണം. ഭയങ്കര ഷുഗർ കട്ടാ. നമ്മൾ അറിഞ്ഞോണ്ട് ഷുഗർ ഇടണ്ട. അങ്ങനെ അറിയാതെ കഴിക്കാം. മുട്ട എടുത്തില്ല? മുട്ടേനെ കുറിച്ച് കളിയാക്കുക. എഗ് പുട്ടെടുക്കട്ടെ? എടുത്തോ. ഇത് മതി, എനിക്ക് ഒരു കുറ്റി മതിയേ. ഓക്കെ. പഴവാടി കുറച്ചുകൂടി കോമ്പിനേഷൻ. ഇല്ല, ബഹുമാനിച്ചു. അത് വേണം, അത് വേണം, അതും വേണം, അതും വേണം. ഇനിയിപ്പോ ശനിയാഴ്ച ഒരു പരിപാടിയുണ്ട്. ശനിയാഴ്ച ഒരു വലിയ പരിപാടിയുണ്ട്. അത് വഴിയെ കാണാം. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങളുടെ ചായ കുടിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. ഫുൾ പാത്രങ്ങളും എടുത്ത് എല്ലാം കഴുകി സെറ്റാക്കി വെക്കണം. അങ്ങനെ പാത്രമെല്ലാം കഴുകി കഴിഞ്ഞ് അവിടെയെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി സെറ്റാക്കി. ഗൈസ്, അപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് റെഡിയാക്കലാണ്. അപ്പം ചോറ് വെക്കാൻ വേണ്ടി അടുപ്പ് കത്തിച്ചു. ആദ്യം ഒന്ന് കത്തിച്ചു, പിന്നെ അതങ്ങ് കെട്ടുപോയി. പിന്നെയും കത്തിക്കൽ തന്നെ പരിപാടി. പിന്നെ കറിക്കാണെങ്കിൽ ചെറുപയറാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെറുപയറെല്ലാം എടുത്ത് കഴുകി വെച്ചു.
പിന്നെയും അടുപ്പ് കെട്ടുപോയി. എന്നിട്ട് പിന്നെയും അടുപ്പ് കത്തിക്കലായിരുന്നു. അതിനുശേഷം കറിക്ക് വേണ്ടി സവോളയെല്ലാം അരിഞ്ഞ് സെറ്റാക്കാൻ വേണ്ടി നോക്കുന്നു. അങ്ങനെ സവോള അരിയുന്നു ഗൈസ്. സവോള അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് മഞ്ഞപ്പൊടി ഇട്ട് അടുപ്പ് വെച്ച് സെറ്റാക്കി. പിന്നെ ചോറിൻ്റെ പരിപാടി നോക്കി. അങ്ങനെ തീ കത്തി ഗൈസ്. ലാസ്റ്റ് അവസാനം ഒന്ന് കത്തിയത് ഗൈസ്. അങ്ങനെ അടുപ്പ് കത്തി. അങ്ങനെ ചോറിനുള്ള വെള്ളം വെച്ചു. പിന്നെ ഞാൻ അരി എടുക്കാൻ പോയി. അങ്ങനെ അരിയെല്ലാം കഴുകി സെറ്റാക്കി. പിന്നെ വെള്ളം തിളച്ചപ്പോൾ അരിയെല്ലാം ഇട്ടു. അപ്പോൾ ഗൈസ് ചോറും കറിയെല്ലാം സെറ്റായി. പിന്നെ മുട്ടയും കൂടി പൊരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മുട്ട എടുത്ത് സവോളയും പച്ചമുളകെല്ലാം ഉപ്പും ഇട്ട് മിക്സാക്കി അടുപ്പ് കത്തിച്ച് പാൻ വെച്ച് എണ്ണ ഒഴിച്ച് മുട്ട അങ്ങ് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗൈസ് മുട്ട അങ്ങനെ ഒഴിച്ചു. അപ്പോൾ ഗൈസ് അടുത്ത ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഇതൊന്ന് മറിച്ചിടാനാണ്. ഞാൻ എപ്പോൾ നോക്കിയാലും ഇത് പൊട്ടിപ്പോകലാണ്. പക്ഷേ ഇപ്പം ചെയ്ത് ശരിയായി വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ചേട്ടായി വന്നു. പിന്നെ അതിനകത്തുനിന്ന് ഒരു ചൂടോടെ ഒരു കഷ്ണം എടുത്ത് കഴിച്ചു. അങ്ങനെ ഗൈസ് മുട്ട പൊരിച്ചത് സെറ്റാക്കി. അപ്പോൾ ഗൈസ് ലഞ്ച് റെഡിയായി. അപ്പോൾ ലഞ്ചിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഉച്ചയൂണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു. ഉച്ചയ്ക്കത്തുള്ള ലഞ്ച് വരട്ടെ. ലഞ്ച് റെഡി. നല്ല ചോറ്, നല്ല പൂ പോലത്തെ ചോറ്, നല്ല പൂ പോലത്തെ കറി. കറിയൊന്നുമില്ല ഗൈസ്, ചെറുപയർ കറി. കറിയാണ്. നല്ല ചെറുപയർ കറി. പിന്നെ മോര് കച്ചിയത്. പിന്നെ ഇതന്നെ ദോശയോ വെക്കൂ. ഇത് മുട്ട പൊറിച്ചത്, മുട്ട പൊരിച്ചത്. സാധാരണക്കാരൻ്റെ ഫുഡ് അല്ലടിയ. ഗൈസ് ഞങ്ങളങ്ങനെ ഫുഡെല്ലാം കഴിച്ചു. ഉച്ച കഴിഞ്ഞുള്ള വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് പുറത്ത് പോയി. അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്രയും എടുത്തുള്ളൂ. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുന്നത്. നല്ല പറയും. ഇവിടെ എന്തുണ്ടാക്കിയാലും ഒട്ടുക്കത്ത ടേസ്റ്റാണ്. സൂപ്പറാ. അതെ, 3-4 ലക്ഷം പറയുന്നുണ്ട്. പറയുന്നു പറഞ്ഞാൽ അപ്പോൾ ഇവിടെ എന്തുണ്ടാക്കിയാലും ഒട്ടുക്കത്ത ടേസ്റ്റാണ്. വെള്ളം തന്നാലും ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോയുമായി വരുന്നവരെ ബായ്.